ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 10 കോമൺ സൺസ്ക്രീൻ മിത്തുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് പേര് അവർ കേൾക്കുന്ന മിത്തുകളൊക്കെ വിശ്വസിച്ചിട്ട് സൺസ്ക്രീനൊക്കെ ഒഴിവാക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചും സൺസ്ക്രീനൊക്കെ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നവരിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെങ്കിലും അവരുടെ മനസ്സിൽ ഒരുപാട് പേടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്തരം മിത്തുകളുടെ റിയാലിറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യത്തെ മിത്ത് എന്താണെന്ന് നോക്കാം. SPF അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു സൺസ്ക്രീനിന്റെ ആവശ്യമില്ല എന്നതാണ്. SPF അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, ഫൗണ്ടേഷൻ, ലിപ് ബാം ഇതൊക്കെ ചെറിയ രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പക്ഷെ അത് പോരാ, നമുക്കൊരു വേണ്ടാത്ത പ്രൊട്ടക്ഷൻ ഇതൊരിക്കലും തരുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിലൊക്കെ SPF വളരെ ലോ ആയിരിക്കും. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് SPF മിനിമം ഒരു 50 എങ്കിലും ഉണ്ടായിരിക്കണം, എന്നാലേ അത് ഉപയോഗിക്കുന്നതിനെ കൊണ്ടൊരു കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇൻഡോസിൽ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും SPF 30 ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രൊഡക്ട്സിലൊക്കെ ഇതിന് കുറവായിട്ടേ SPF കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു മിത്ത് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടൊരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SPF അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ലെയർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് മിത്ത് എന്താ നോക്കാം. സൺസ്ക്രീൻ ക്യാൻസർ ഉണ്ടാകാൻ കാരണമാവുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു റിയാലിറ്റി എന്താന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഒരിക്കലും ക്യാൻസർ ഉണ്ടാകാൻ കാരണമാവുന്നില്ല. പക്ഷേ സ്കിൻ ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നതാണ് സൺസ്ക്രീൻ ഹാർംഫുൾ ആയിട്ടുള്ള UV റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത്. സൺസ്ക്രീൻ സേഫ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും സ്കിൻ ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കരുത്. ഇതുവരെ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കാം. UVA, UVB റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. 2 hours കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യുക. ഇപ്പോൾ 4 to 6 hours വരെയൊക്കെ പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീനുകളൊക്കെ അവൈലബിൾ ആണ്. എന്നാലും അതിനിടയ്ക്ക് വല്ല സ്വെറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്ലോത്തിങ്ങിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഹാറ്റ്സ് ഉപയോഗിക്കാം, ഷെയ്ഡ്സ് ഒക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നതിന് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു മിത്താണ് കുട്ടികൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇതിലെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു അഡൾട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് കുട്ടികൾക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. പെട്ടെന്ന് തന്നെ UV ഡാമേജ് ഉണ്ടാകും. അതുമാത്രമല്ല കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഔട്ട്ഡോർ ആയിരിക്കും. പിന്നെ ഇവരുടെ ഈ ചൈൽഡ്ഹുഡിൽ ഒരുപാട് സൺ എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് ഭാവിയിൽ അവർക്ക് പ്രിമേച്ചർ ഏജിങ് പോലുള്ള കണ്ടീഷൻസ് വരാൻ കാരണമാകും. പിന്നെ കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് സ്കിന്നാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആകാൻ വേണ്ടിയിട്ട് കാരണമാകും. അപ്പോൾ മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. UVA, UVB പ്രൊട്ടക്ഷൻ തരുന്ന അറ്റ്ലീസ്റ്റ് ഒരു SPF 30 എങ്കിലുള്ള ഒരു സൺസ്ക്രീന് കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കുക. 2 hours കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യുക. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുട്ടികളുടെ ക്ലോത്തിങ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അധികം വെയിൽ കൊള്ളാതെ തണലത്തൊക്കെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അടുത്തൊരു മിത്താണ് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരു തവണ മാത്രം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത്. ഈ ഒരു മിത്തിലെ റിയാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. സൺസ്ക്രീനിന്റെ എഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റീഅപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വെറ്റ് ചെയ്യുമ്പോഴും പിന്നെ ഈ വെള്ളമായിട്ടൊക്കെ കോൺടാക്ട് വരുന്ന സമയത്തൊക്കെ സൺസ്ക്രീൻ നമുക്ക് സ്കിന്നിന്റെ മേലിൽ നിന്ന് റിമൂവ് ആകും. അത് മാത്രമല്ല സൺസ്ക്രീനിന് ഒരു ലിമിറ്റഡ് ലൈഫ് സ്പാൻ ഉണ്ട്. മിക്ക സൺസ്ക്രീനുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 2 to 4 hours ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ചില സൺസ്ക്രീനുകളിൽ 6 hours വരുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പീരീഡിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്താലേ ആ ഒരു സൺസ്ക്രീനിന്റെ എഫക്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല നേരത്തെ പറഞ്ഞ പോലെ സ്വെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോഴും റീഅപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. റീഅപ്ലിക്കേഷൻ ഈസി ആക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു മിത്താണ് ഫിസിക്കൽ സൺസ്ക്രീൻസ് UV റേസിനെ റിഫ്ലക്ട് ചെയ്യും, കെമിക്കൽ സൺസ്ക്രീൻസ് അത് അബ്സോർബ് ചെയ്യും എന്നുള്ളത്. ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കിന്നിൻ്റെ സർഫസിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് UV റേസ് വന്ന് പതിക്കുന്ന സമയത്ത് അത് റിഫ്ലക്ട് ചെയ്ത് പോകും, ഒരു മിറർ പോലെ. ഇതിൻ്റെ കൂടെ ചെറിയ രീതിയിൽ UV റേസ് അബ്സോർബ് ആവുന്നുണ്ട്. ഇനി കെമിക്കൽ സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഓക്സിബെൻസോൺ, ആവോബെൻസോൺ, ഒക്ടിനോക്സൈഡ് ഒക്കെയാണ്. കെമിക്കൽ സൺസ്ക്രീൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ UV റേസിനെ അബ്സോർബ് ചെയ്ത് അത് ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് സ്കിന്നിൽ നിന്നും ഹീറ്റ് റിലീസ് ചെയ്യും. ഇവിടെ കെമിക്കൽ സൺസ്ക്രീനും ചെറിയ രീതിയിൽ UV റേസിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സൺസ്ക്രീനിലെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്ന മെക്കാനിസവും പിന്നെ UV റേസിൽ നിന്നും ഇതിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയുമാണ്. ഇതിലെ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ സൺസ്ക്രീനും കെമിക്കൽ സൺസ്ക്രീനും സ്കിന്നിനെ UV റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് റിഫ്ലക്ഷനും അബ്സോർപ്ഷനും ഈ രണ്ട് കോമ്പിനേഷനും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. UVB റേസിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണ്. അതേപോലെ കെമിക്കൽ സൺസ്ക്രീൻസ് ആണ് ഏറ്റവും കൂടുതൽ
UVA പ്രൊട്ടക്ഷൻ തരുന്നത്. അതുകൊണ്ട് തന്നെ മോഡേൺ സൺസ്ക്രീനുകളിൽ ഫിസിക്കൽ കെമിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ കോമ്പിനേഷൻ കാണാവുന്നതാണ്. ഇത്തരം സൺസ്ക്രീനുകൾ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത മിത്ത് എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് കാരണമാവുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനിന് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് മിക്കവരിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരിൽ ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത് ചിലപ്പോൾ സൺ എക്സ്പോഷർ കുറയുന്നതുകൊണ്ടും സ്കിൻ പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ടും ഡയറ്റ് ഒന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടൊക്കെ ആവാം. ആഴ്ചയിൽ 2-3 വട്ടം 10 to 15 മിനിറ്റ്സ് വരെയൊക്കെ സൺ എക്സ്പോഷർ ഉണ്ടാവുന്നത് വൈറ്റമിൻ ഡി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. വെയിൽ കൂടുന്ന സമയത്ത് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത മിത്താണ് സൺസ്ക്രീനിലെ ഓക്സി ബെൻസോൺ സ്കിന്നിന് നല്ലതല്ല എന്നുള്ളത്. റീസെന്റ് എൻ്റെ വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓക്സി ബെൻസോൺ ക്യാൻസർ ഉണ്ടാകാൻ കാരണമാവുന്നു എന്നുള്ളത്. അപ്പോൾ ഓക്സി ബെൻസോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കെമിക്കൽ സൺസ്ക്രീനിലെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ചില ആളുകളിൽ ഓക്സി ബെൻസോൺ കാരണം സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇറിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ റെഡ്നെസ്, ഇച്ചിങ്, റാഷസ് ഇങ്ങനെയൊക്കെ. ഇതല്ലാതെ ഓക്സിബെൻസോണിന് ഹാർംഫുൾ എഫക്ട്സ് ഒന്നുമില്ല. സൺസ്ക്രീനിലെ ഓക്സിബെൻസോണിന്റെ കണ്ടന്റ് ഹ്യൂമൻസിന് സേഫ് ആണെന്ന് സയന്റിഫിക് കമ്മ്യൂണിറ്റി അഗ്രി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ FDA ഉൾപ്പെടെയുള്ള ഒരുപാട് റെഗുലേറ്ററി ഏജൻസീസ് സൺസ്ക്രീനിലെ ഓക്സിബെൻസോൺ ഉപയോഗിക്കുന്നത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഓക്സിബെൻസോണിന്റെ ബെനിഫിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ UVA, UVB റേസിൽ നിന്നും എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അത് സ്കിൻ ക്യാൻസർ റെഡ്യൂസ് ചെയ്യാനും പ്രിമേച്ചർ ഏജിംഗ് റിസ്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓക്സിബെൻസോൺ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, എന്നിട്ടൊരു പേഴ്സണൽ അഡ്വൈസ് എടുക്കുക. അടുത്തൊരു മിത്താണ് വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട, അതേപോലെ ക്ലൗഡി ഡേ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനിന്റെ ആവശ്യമില്ല എന്നുള്ളത്. ഇതിലെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ക്ലൗഡി ഡേ ആണെന്നുണ്ടെങ്കിലും UV റേസ് എന്തായാലും ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ UVA റേസ് ഈ വിൻഡോ ഗ്ലാസ്സിലൂടെയൊക്കെ പാസ് ചെയ്യും. അതേപോലെ ക്ലൗഡ്സിന്റെ ഉള്ളിലൂടെ 80% UV റേസ് പാസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ ഇൻഡോർ ലൈറ്റിംഗ്, ഈ ഫ്ലൂറസെന്റ് ലൈറ്റ്, LED ബൾബൊക്കെ UV റേസ് എമിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇൻഡോഴ്സിലാണെന്നുണ്ടെങ്കിലും ക്ലൗഡി ഡേയ്സിലാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് SPF 30 ഉപയോഗിക്കുക. അതേപോലെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് UVA, UVB റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. അടുത്തത് 9th മിത്താണ് പറയുന്നത് സൺസ്ക്രീൻ ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്ക് മാത്രം ആവശ്യമുള്ളൂ, ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് ആവശ്യമില്ല എന്നുള്ളത്. ഇതിലെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവരിൽ ചെറിയ രീതിയിൽ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാലും പ്രിമേച്ചർ ഏജിങ് പോലുള്ള കാര്യങ്ങളൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രം വേണ്ടത്ര പ്രൊട്ടക്ഷൻ എന്തായാലും അതിനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. 10th മിത്താണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരുടെ സ്കിന്ന് ഡാർക്കർ ആവും എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കെമിക്കൽ സൺസ്ക്രീനുകളിൽ അവോബെൻസോൺ, ഓക്സിബെൻസോൺ, ഒക്ടിനോക്സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് ഈ സ്കിൻ ഡാർക്കനിങ്ങിനും ഡിസ്കളറേഷനൊക്കെ കാരണമാവുന്നുണ്ട്, പ്രത്യേകിച്ചും ഡാർക്കർ സ്കിൻ ടോൺ ഉള്ളവർക്ക്. പിന്നെ സ്കിൻ ഡാർക്കൻ ആവുന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബിൽഡപ്പ് ചെയ്ത് സ്കിൻ ടോൺ ഡാർക്കർ ആവാൻ വേണ്ടി കാരണമാവും. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡാർക്കനിങ് ആകുന്ന ഒരു ഇഷ്യൂ കൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്കിൻ ഡാർക്കനിങ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, കെമിക്കൽ സൺസ്ക്രീനിന് പകരം നിങ്ങൾക്കൊരു ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതിൽ ഇൻഗ്രീഡിയൻസ് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് എന്നിവയ്ക്ക് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ബിൽഡപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൺസ്ക്രീൻ നന്നായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഡബിൾ ക്ലൻസിങ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പിന്നെ ആഴ്ചയിൽ 1-2 വട്ടം എക്സ്ഫോളിയേറ്റ് ചെയ്യാം. ഇത് ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആകാനും സൺസ്ക്രീൻ റെസിഡ്യൂ ഒക്കെ റിമൂവ് ആവാനും ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ സ്കിന്ന് ഡാർക്കൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതല്ലാതെ സൺസ്ക്രീൻ ഒഴിവാക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മിത്തുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.